யார் நீ? எங்கேருந்து வந்திருக்க? ஜெயில? என்ன கன்லாம் வச்சிருக்கியா? அது வயர் வயரா? என்ன பேக்ல? ஓபன் சொந்தம் வயர். ஓபன். भाई साहब इधर साहब ये என்னடா भाई साहब ஓபன் பண்ணு. ए यांगो अरे यार क्या कर रहा तू? हाँ? இதான் உன் பிரச்சனை. இவன் ஜெயில இருந்து வந்திருக்கான். போலீஸ்காரன் வயர் வச்சிருக்கானா இல்லையான்னு உனக்கு எப்படி தெரியும்? तेरे को जब चुना पूछा तेरे को तू पुलिस वाला है कौन है पूछा क्यों? क्योंकि तेरे अंदर मैंने फायर देखा और ये तो पूरा फायर का इंजन है. चल டேய் देखो कॉमरेड्स मैं किसको लाया हूँ? क्या सत्या भाई? अरे तो अपना जेल वाला वीडियो है भाई. क्या सत्या भाई मस्त एकदम. वेलकम टू कंपनी. बैग रख. ಇದು ಕಣ್ಣಿಲ್ಲ ಮನುಷ್ಯರು ಪುರುಕಲೆ ಪೋರೆಯಾಣ ಇವರೇ ಜೀವಿಕುನ್ನಾడు ನೀವು ಜ್ಞಾನ आदिल पेटारा और हमारा खून चूस कर रहते हैं वहां टावर में बिग शॉट्स पॉलिटिशियंस वो वहां और हम यहां चुन चुन कर मारेंगे एक एक को. दादा ഇതിൽ നിന്നെ ഡൽഹിയിൽ ചോദ്യം ചെയ്ത ഓഫീസറുണ്ട്. देख ये भाई साहब ये आदमी है ये आदमी ഇയാളാണ് എന്നെ ചോദ്യം ചെയ്തതും ജയിലടക്കാൻ തീരുമാനിച്ചതും അന്ന് മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാ. ഇയാളെന്നെ Nambiar from Delhi. He's our enemy number 1. അവൻ നേരിട്ട് ഇനിഞ്ഞ കളി നമ്മുടെ സഹോദരന്മാരിൽ 1-2 പേരെ ഇവൻ പിടിച്ചിട്ടുണ്ട്. അവർ പിന്നെ പുറം ലോകം കണ്ടിട്ടില്ല. ചിലപ്പോ കൊന്നു തള്ളി കാണും. അതുപോലെ നിന്നെയും കൊല്ലും. ഇവിടെ ചാവണോ കൊല്ലണോ എന്നെ തീരുമാനിക്കേണ്ടത് നീയാണ്. ആ ഓഫീസർ ഇനിയും നിന്നെ തേടി വരും. വരുമ്പോൾ നീ എന്നെ അറിയിക്കണം. നിന്നെ ഞങ്ങൾ സഹായിക്കും. നിന്റെ സഹായം തിരിച്ചും വേണം. ഫോൺ പിന്നെ ഇതിലൊരു നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. അതിൽ മാത്രമേ വിളിക്കാം. മറ്റാരെയും ഈ ഫോണിൽ നിന്നും വിളിക്കരുത്. റക്ക് അവനാണ് സ്ഥാനോട്ടോ. അവനാണ്. നമസ്കാരം. സത്യം കൊണ്ടേ. ഓ ആ എങ്ങനെയുണ്ടായിരുന്നു ബോംബെ യാത്ര? ഹാ അടിപൊളി യാത്രയായിരുന്നു സാർ. ആ യാത്രയെക്കുറിച്ചൊന്ന് സംസാരിക്കാനായിട്ട് സാറങ്ങൾ ചെല്ലാൻ പറഞ്ഞു. യാത്ര വിവരണം ഞാനൊരു പേപ്പറിലേക്ക് അയച്ചു തന്നാലോ? വേണ്ടടാ, നേരിട്ട് തന്നെ വന്ന് സംസാരിച്ചാൽ മതി. വെർബലി മുംബൈയിൽ ഞാനൊരു ഷോപ്പ് നോക്കി പോയതാണ് സാറേ. ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ പിന്നെ മൊത്തം മുംബൈക്ക് താമസം മാറ്റാന്ന് വിചാരിച്ചു. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് സത്യനാഥൻ എങ്ങോട്ടാ പോയത്? ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു സാറേ. അല്ലല്ലോ, സത്യനാഥന്റെ ഫോൺ നമ്മൾ ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു. സത്യനാഥൻ ഒരു കോളനിയിൽ പോയിട്ടുണ്ട്. ജനങ്ങളെ തിങ്ങിപ്പാർക്കുന്ന ഒരു കോളനി. അവിടെ ഒരു ക്രിമിനൽ സംഘം ഉണ്ടെന്നും, സംഘം എന്ന് പറഞ്ഞാൽ ഒരു ഭീകര സംഘടന ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ സംശയിക്കുന്നത്. സത്യനാഥൻ എന്തിനാ അവിടെ പോയത്? ഒരു വീട് വാടകയ്ക്ക് നോക്കി പോയതാ സാർ. വീട് നോക്കി പോയത്? അതെ സാർ. ഞാനിവിടുന്ന് മുംബൈക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എനിക്കും ഭാര്യയ്ക്കും താമസിക്കാൻ ഒരു വീട് വേണമല്ലോ, അത് നോക്കി പോയതാ സാർ. സത്യനാഥന് എല്ലാത്തിനും മറുപടി ഉണ്ടല്ലോ. നേരത്തെ ആലോചിച്ചുറപ്പിച്ചതുപോലെ. സാധാരണ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരാണ് ഇത്ര കൃത്യമായി ഉണ്ടാക്കി പറയാം, ഒരു തപ്പലും ഇല്ലാതെ. ഇനി ഞാൻ തപ്പിക്കൊള്ളാം സാർ. അവിടെ വീട് വാടകയ്ക്കണമെന്ന് എന്നോട് ആരാ പറഞ്ഞേ? അത് പിന്നെ എന്റെ ഓർമ്മയിൽ തപ്പാണ്ട് കാര്യം പറ. എന്റെ പൊന്നു സാറേ, എന്റെ കൂടെ ജയിലിൽ കിടന്ന ഒരു ബ്രോക്കറാണ് പറഞ്ഞ അവിടെ ഒരു വീട് വാടക കൊടുക്കാനുണ്ടെന്ന്. ഞാൻ ഇറങ്ങണതിന് മുമ്പ് അയാളെ ഇറങ്ങി. ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അയാൾ പുറത്ത് കാറുമായിട്ട് കാത്തിപ്പെട്ടായിരുന്നു. ആളെ അവിടെ കൊണ്ടുപോയതും വീട് കാണിച്ചു തന്നു. താ പറയണൊക്കെ സത്യമാണല്ലോ? സത്യമാണ് സാറേ. എന്തിനാ കള്ളം പറയുന്നേ? ഞാൻ കള്ളം പറഞ്ഞിട്ടേ ഇല്ല. എന്തിനാ പോലീസിനോട് കള്ളം പറഞ്ഞത്? എടി, മറ്റവര് തോക്കും ബോംബൊക്കെ ഉള്ള ആൾക്കാരാണ്.
അവരെ കുറിച്ച് ഇവരോട് വല്ലതും പറഞ്ഞാൽ അത് ഇതിനേക്കാൾ പ്രശ്നമാവും. നമ്മൾ ആരെയും കണ്ടിട്ടില്ല, നമുക്കൊന്നും അറിയേയില്ല. എന്തിനാ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ പോകുന്നത്? ഹൈ, ഞാൻ പോണതാണോ? ഓരോരുത്തന്മാരെ ഒന്നിനെ കൊണ്ടുപോകുന്നല്ലേ? മുതലാളി പറഞ്ഞ പോലെ ആസിഡ് കരിപ്പരുന്ന് കുപ്പിച്ചില്ലൊക്കെ എടുത്തു കളഞ്ഞു. ഇനി പഴയതുപോലെ ആക്കാൻ എന്ത് ചെയ്യും? ഒന്നും പഴയതാക്കണ്ട. പുതിയതുപോലെ അങ്ങോട്ട് വിറ്റാ മതി. ഇല്ലെങ്കിൽ നമ്മളകത്ത് കിടന്ന് പഴയതാവും. ഇതാവുമ്പോ മനസമാധാനം ഉണ്ടല്ലോ. നീ എന്തായി കാണിക്കുന്നേ? എന്നാ മര്യാദകളാ സാറേ കാണിക്കുന്നത്? വേലി കെട്ടുന്നതാണോ മര്യാദകേട്? എന്നെ കിണറ്റിന്റെ കുറുകെ വന്ന് വേലി കെട്ടാൻ ഞാൻ സമ്മതിക്കുകയല്ല. എടോ, ഇത് കോടതി ഉത്തരവും പ്രകാരമാണ് വേലി കെട്ടുന്നത്. പിന്നെ ആധാരപ്രകാരം പകുതി ഈ പറമ്പിലല്ലേ? ആധാരപ്രകാരം പകുതി ഈ പറമ്പിലാന്നല്ലോ. ഞാൻ ഈ കണ്ടി ചാടി ചാകാൻ പോവുക. എന്നെ ആരും വിടാനാ പറഞ്ഞത്? ഞാൻ എന്റെ കണ്ടി ചാടി ചാകാൻ പോവുക. ഹലോ, എന്തൊരു കഷ്ടമാന്ന് പറ. ഭയങ്കര കഷ്ടം. ഇവിടെ പറഞ്ഞതാ. അല്ല എന്നാലും എന്റെ സൂസ, നീ കാണിച്ചോട്ട് ശരിയായില്ല. ഞങ്ങക്ക് വെള്ളം കുടിക്കണ്ടേ? കുടിപ്പിക്കലടി, ഒരു തുള്ളി വെള്ളം കുടിപ്പിക്കല. എന്റെ അതിർത്തിക്കകത്തോളം പകുതി കിണറുണ്ടല്ലോ, അത് ഞാൻ കക്കൂസാക്കും. നീയൊക്കെ വെള്ളം കുടിക്കുന്ന എനിക്കൊന്ന് കാണണം. അപ്പച്ചനാ, ആ ഒന്ന് വേഗം കെട്ടി തീർക്കടോ. മോളെ, എന്റെ മോളിങ്ങി പോലെ അപ്പച്ചനും അമ്മച്ചി എല്ലാം മറക്കാം, ഒരു പ്രശ്നവുമില്ല. അവനാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ജയിലും നിരങ്ങി നടക്കുക. അപ്പച്ച, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. അന്ന് മുംബൈ വെച്ച് അറിയാണ്ട് പെട്ടുപോയതാ. 4-5 മാസമായിട്ട് ഒരു കുഴപ്പമില്ല. ഇപ്പൊ എല്ലാം തീർന്നു. മോളെ, ഒന്നും തീർന്നിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ ടിവിയിൽ കണ്ടതേ ഉള്ളൂ. പ്രസിഡന്റ് വീണ്ടും അങ്ങോട്ട് വരുന്നുണ്ട് ഇത്രേ. വൈദ്യരുടെ ചികിത്സയിൽ ഗണ്യമായ പുരോഗതി കണ്ടതിനെ തുടർന്നാണ് അദ്ദേഹം പത്നിയുമായി വീണ്ടും നമ്മുടെ നാട്ടിൽ എത്തുന്നത്. ആയുർവേദ ചികിത്സാ രംഗത്ത് വലിയ മുന്നേറ്റത്തിന് ഇത് സഹായകരമാകുമെന്ന് പല പ്രമുഖരും വിലയിരുത്തുന്നു. നമ്മുടെ കൊച്ചു കേരളം രാഷ്ട്രപതിയെ വരവേൽക്കാൻ വീണ്ടും ഒരുങ്ങുകയാണ്. വിഷമിക്കണ്ടേട്ടാ, പ്രസിഡന്റ് പോയ അപ്പോ വരുവേ. നമസ്കാരം സാറേ. ഇവിടെ വഴി അടച്ചോണ്ടേ തോട് ചാടിക്കിടന്ന് വേണം വരാൻ. അതുകൊണ്ടാ നേരത്തെ വന്നത്. കുറച്ചുകൂടി വൈകി ഞാൻ സ്റ്റേഷനിലേക്ക് വന്നു. എന്നാ പിന്നെ ഇറങ്ങാല്ലേ? പോയി കയറ്. അവനെ കൊണ്ടുപോകല്ലേ സാറേ, അവനെ കൊണ്ടുപോകല്ലേ സാറേ. ഇയാളുടെ മനസ്സ് മാറിയ കൊണ്ടുപോകല്ലേ സാറേ, കൊണ്ടുപോകല്ലേ. ഞാൻ ഒന്ന് കണ്ടോട്ടെ. അയ്യോ സാറേ, വിലങ്ങ് വെക്കുന്നില്ലേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഒരു കയറെങ്കിലിട്ടൊന്ന് കെട്ടായിരുന്നു. ഇതിപ്പോ എന്നാത്തിനാ സാറേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത്? സ്ഥിരമായിട്ട് അവിടെ അങ്ങ് താമസിപ്പിച്ചോ? ഓ പിന്നെ ഗൾഫിൽ പോകുമല്ലോ, ടാറ്റ പറയാ. ഈ മുംബൈ ജയില് ഇതുപോലൊന്നുമല്ല, കാണാൻ ഭയങ്കര വലുതാ. ഈ ബോംബെ ജയിലിൽ മേസ്ത്രിമാരുണ്ടാവുക? ആ, അവിടെ എല്ലാവരും മേസ്ത്രിമാരാ. അത് ശരി. അവിടുത്തെ പോലീസുകാരൊക്കെ ഫ്രണ്ട്ലി ആണോ? പിന്നെ ഫ്രണ്ടിലുണ്ട് ബാക്കിലുണ്ട്. ഓ, അവിടെ ഡോൺമാരെ ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ എന്റെ പ്രൊഫൈല് വാട്സപ്പ് ചെയ്ത് തരാം. പെട്ടെന്ന് അയക്കട്ടാ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ചാലാ. ഹായ് ബ്രോ. ആ, മാറിക്കടാ. ഓ, ഇത്ര ഉള്ളോ ഡോൺ? അല്ല, ചേട്ടന് ഇതുവരെ ഇറങ്ങിയില്ലേ? ഞാൻ നിന്നെ പോലെ കരുതൽ തടങ്കലല്ലേ, പിന്നെ ഞാൻ ഗുണ്ടാലിസ്റ്റിലുണ്ടെന്നേ. അത് ശരിയാ, ഗുണ്ടാലിസ്റ്റിലായി പിന്നെ തീർന്ന് ഏത് VIP വന്നാലും അകത്ത് തന്നെ അല്ലേ? ഭരട്ടിരിക്കും. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിണ്ടേ. പ്രശ്നം. അതെ, അന്നത്തെ ആ സംഭവം ഞാൻ അറിഞ്ഞിട്ടല്ല കേട്ടോ. ഇവിടെയാ നമ്മൾ തമ്മിൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും ശരിക്കും സർപ്രൈസ് ആയി പോയി. ഹലോ, TV ടൈം കഴിഞ്ഞല്ലോ, പിന്നെന്താ ഇവിടെ? ഞാൻ ഇങ്ങോട്ടാ ഉദ്ദേശിച്ചത്, പക്ഷെ അങ്ങോട്ട് വഴി മാറിപ്പോയി.
ഞാൻ പരാതിപ്പെട്ടില്ലെങ്കിൽ നീ പെട്ടേനെ. അവർക്കകത്ത് കയറാൻ വഴിയൊരുക്കിയത് നീയല്ലേ? സോറി. അല്ല, അവരാരായിരുന്നു? എൻ്റെ ഭാര്യയുടെ ചേട്ടൻ. അവന് ഇത്തിരി പശക. ചിലപ്പോൾ അവരുടെ കൊട്ടേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ന്യൂസൊക്കെ കേട്ടിട്ട് എന്നോട് ദേഷ്യം തോന്നി വേറെ ആരെങ്കിലും. ഞാൻ എന്തായാലും പെട്ടു. നീ കൂടി പെടണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ പിന്നെ പരാതിപ്പെടാതിരുന്നത്. താങ്ക് യു. താങ്ക് യു ഒന്നും വേണ്ട. എനിക്കൊരു ഉപകാരം ചെയ്യും. ഞാനോ? ഞാനെന്ത് ചെയ്യാനാ? നിന്റെ നാട് വരുന്നു പോകും. അയ്യോ, ഞാനിപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ക്രൈമാവും. ഇപ്പോഴല്ല, നീ പുറത്തു പോകുമ്പോൾ. ആ, പുറത്ത് പോകുമ്പോൾ. എന്നിട്ട് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ നമ്പർ തരാം. അവനോട് അവൻ്റെ കൂട്ടുകാരനൊന്ന് വിളിക്കാൻ പറയണം. എൻ്റെ മോളുടെ പേരിൽ കുറച്ച് കാശ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കളക്ട് ചെയ്ത് അവൻ ചെയ്തോളൂ. അത് അല്ല, ഞാൻ ഇതൊക്കെ ആരോടാ പറയേണ്ടത്? ആരാണ് അവൻ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ അളിയൻ, ഭാര്യയുടെ ചേട്ടൻ. കൊട്ടേഷൻ? ദ സെയിം അളിയൻ? നീ പേടിക്കണ്ട, അവർക്ക് എന്നോട് ദേഷ്യം. എന്നൊന്നും ചെയ്യില്ല. പക്ഷേ ഞാൻ പോയി എൻ്റെ രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടാണ് എന്നെ എന്തെങ്കിലും ചെയ്യും. എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വിട്ടേ ഉണ്ട്. ഇത് ഞാൻ കാണുന്ന അവസാനത്തെ മഴക്കാലമായിരിക്കും. എന്തിനെത്രയും പേരെ കൊന്നത്? അതല്ലേ ചോദിക്കാൻ പോയത്. ഇവിടെയുള്ള എല്ലാവരും എന്നോട് ചോദിച്ചാ ഞാൻ ആവർത്തിച്ച് മറുപടിയും പറഞ്ഞു. പക്ഷെ ആരും വിശ്വസിക്കില്ല. എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാ. എൻ്റെ വാക്കിന് ഒരു വിലയില്ല. നമ്മൾ രണ്ടുപേരും ഒരു കാര്യത്തിൽ കൂടി സാമ്യതയുണ്ട്. സ്നേഹിച്ച പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ മറ്റുള്ളവരെ ഓർപ്പിച്ചവരാണ് നമ്മൾ രണ്ടുപേരും. അങ്ങനെയുള്ളവരൊന്നും സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. എന്ത് രസാ കൊച്ചിന്റെ മുടി കാണാൻ. വരുന്നടാ. എന്താ മോളെ? എന്നെയും കൂട്ടുവോ? അയ്യോടാ, കൊറേ നേരം ബസ്സിലിരിക്കണം, മോക്ക് ബോറടിക്കും. മോൾ ഇവിടെ ഇരുന്ന് കളിച്ചോ. സുചേച്ചി, മോളെ ഒന്ന് നോക്കിക്കോണേ, ഞങ്ങളൊന്ന് പുറത്തു പോവാം. പോയിട്ട് വരട്ടെ. ടാറ്റാ. അച്ഛൻ രാച്ചില്ലേ? ശരി എന്നാ പോയിട്ട് വരാം. റോഡിൽ ഇറങ്ങരുതേ. ശരി, പോയിട്ട് വരാം. അമ്മ എനിക്ക് ആ പാവയെ വേണം. വേണ്ട മോനെ. അമ്മ എനിക്ക് ആ പാവയെ വേണം. അയ്യേ, അത് ആന്റിയുടെ പാവയല്ലേ. അമ്മ എനിക്ക് ആ പാവയെ വേണം. ഇറങ്ങിയിട്ട് അമ്മയുടെ മുത്തിന് വാങ്ങി തരാട്ടോ. പാവ ഇത് കൊടുക്ക്, ആന്റിക്ക് കൊടുക്ക്. ഇല്ല, ഞാൻ കൊടുക്കില്ല. ആന്റിയുടെ പാവയല്ലേ. കൊടുക്ക് പാവേ. നോക്കിയത് കണ്ട, ഇത് പെൺകുട്ടികളുടെ പാവയാ. അശ്ശേ, ഒരു ആൺകുട്ടിയല്ലേ. നമുക്ക് ഇറങ്ങുമ്പോ അയ്യോ മോനറിയാതെ സോറി. പാവങ്ങളുടെ നിലത്തിൽ കൊച്ചു ഒന്ന് എടുത്തോട്ടെ. ഒരു മിനിറ്റ്.
വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടണതും വണ്ടി പൊട്ടിത്തെറിക്കുന്നത് കണ്ടവരുടെയൊക്കെ മൊഴി എനിക്കെതിരായിരുന്നു. എൻ്റെ പാവം ഭാര്യ അതിലുണ്ടായിരുന്നു. അവളെ ഞാൻ കൊല്ലുവോ? അതായിരുന്നു എൻ്റെ ന്യായം. പക്ഷെ കോടതി ചെന്നപ്പോൾ ഭാര്യയെ കൊന്ന കൊടുങ്ക്രൂരനായി ഞാൻ ഇനി പുറം ലോകം കാണുമെന്ന് പോലും എനിക്കറിയില്ല. ആ നാട്ടിൽ പോകുമ്പോൾ മോളൊന്ന് കൊണ്ട് കാണിക്കാൻ പറയും. കുട്ടിയെ വേണേ കൊണ്ടോക്കോ, പിന്നെയും കൂടി തിരിച്ചു കൊണ്ടുവരണ്ട. അല്ലെങ്കിലും ഇതിനിവിടെ വളർത്താനൊന്നും പോകുന്നില്ല. ഏതെങ്കിലും എത്തിങ്കാനെ കൊണ്ടാക്കും. അവൻ ചെയ്തതിന് ഈ കൊച്ചിനോട് പകരം വീട്ടുമൊന്നുമല്ല. ഇതിനെ കാണുമ്പോൾ ഓരോന്ന് ഓർമ്മ വരിക. മറ്റവന്റെ കൂട്ടുകാരനാ, വേറൊരു ജയിൽ പുള്ളി. അയ്യോ, ഞാൻ ക്രിമിനലല്ല, കരുതൽ തടങ്ക. അല്ല, കരുതൽ തടങ്കല. ഇത്ത മധുരം വേണ്ട. അല്ല, എനിക്ക് ഷുഗറിന്റെ കംപ്ലൈന്റ് ഒന്നുമില്ല. മധുരം എനിക്ക് ഓക്കെയാണ്. ചായ വേണ്ട എന്നാണ് പറഞ്ഞത്. ആണല്ലേ? ഞാൻ ചുമ്മാ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. എനിക്ക് ഈ ചായയും കാപ്പിയൊന്നും കുടിക്കുന്ന ശീലം എനിക്കില്ല. പിന്നെ ഈ നമ്മുടെ ഈ ബാലേട്ടൻ കുറച്ച് പൈസയൊക്കെ ഈ കുഞ്ഞിന്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ഇവിടെ കിട്ടണ്ടേ. അപ്പൊ കൂട്ടുകാരനൊന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് കുഞ്ഞിന് വേണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യേ. അവന്റെ ഒന്നും ഇവിടെ വേണ്ട. മേലാൽ ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വരികയും ചെയ്യരുത്, മനസ്സിലായില്ലേ? ഇക്ക ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും എനിക്കറിയാം ഇക്ക ആളൊരു നിഷ്കുവാണ്. എനിക്കിതുപോലെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ട്രെയിൻ കയറി മരിച്ചുപോയി. ഒരു സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് എപ്പോഴും നിങ്ങളുടെ ആലോചിക്കുമ്പോ എൻ്റെ അമ്മേ, ട്രെയിൻ ഇടിച്ചിട്ടേ കാല് വേറെ കൈ വേറെ, തല പാതി വെച്ച് നിർത്തണം. എണിച്ചേ, നേരെ അങ്ങോട്ട് പോയാ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്, അതിലൂടെ അങ്ങോട്ട് പോക്കോ. അല്ലക്ക, നമ്മളൊക്കെ മരിച്ചു പോണ മനുഷ്യന്മാരാന്നുള്ളൊരു ട്വിസ്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. വധശിക്ഷ സുപ്രീം കോടതി ശരിവെച്ചു. നേരത്തെ ഹൈക്കോടതിയും വിധി ശരിവെച്ചിരുന്നു. അന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ബസ്സിൽ കയറുന്നവരുടെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് സ്ഫോടനത്തിൽ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരും കൊല്ലപ്പെട്ടിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം 49 പേരാണ് സ്ഫോടനത്തിൽ കൂടുതൽ വിവരങ്ങളുമായി ഇവൻ മരിച്ചിട്ടില്ല. പൊക്കം കുറഞ്ഞവൻ ഞാനെന്ന് പറഞ്ഞില്ലേ, മുംബൈയിലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പിനെ കുറിച്ച്. അതിനകത്തുള്ളതാ ഇവൻ. പക്ഷെ ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കേസല്ലേ? അപ്പൊ എങ്ങനെയാ ഇവ അവിടെ? ഇതതുപോലത്തെ വേറെ ആരെങ്കിലും ആയിരിക്കുന്നേ? അല്ലല്ല, ഇതവൻ തന്നെയാ. സത്യവാ, നമുക്ക് നമ്മുടെ പണി ചെയ്യാം. ഇതെന്തോ കുഴപ്പമുണ്ടെന്നേ. ഇതവൻ തന്നെയാ. ഇനി രാഷ്ട്രപതിയുടെ മുന്നിൽ ദയാഹർജി സമർപ്പിക്കുക മാത്രമാണ് ശിക്ഷയിൽ ഇളവ് കിട്ടാൻ ബാലന്റെ മുന്നിലുള്ള ഏക പോംവഴി. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഇങ്ങനൊരു കേട്ടുകേൾവി മാത്രം വെച്ചുകൊണ്ടൊരു കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതിന് തക്കതായ തെളിവുകളുണ്ടെങ്കിലേ ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊക്കെ ഒത്തിരി ടൈം എടുക്കും. നമ്മുടെ ഇപ്പം അത്രയും ടൈമില്ലല്ലോ. ഒരുപക്ഷെ നമ്മളിതൊക്കെ തയ്യാറാക്കി ചെല്ലുമ്പോഴേക്കും ശിക്ഷ നടപ്പാകും. വധശിക്ഷയാണെങ്കിൽ പ്രസിഡന്റ് വിചാരിച്ചാൽ ചിലപ്പോൾ ഇളവ് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ദയാഹർജി കൊടുക്കാൻ ബാലനാരുമില്ല. മോളുടെ പേരിൽ ഹർജി കൊടുക്കാൻ നോക്കിയപ്പോൾ
ബാലൻ്റെ ഭാര്യ വീട്ടുകാരെ ഉടക്കി. അവർ സമ്മതിച്ചില്ല. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഞാൻ കുറ്റക്കാരനല്ലെന്ന് എൻ്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ. അത് മതി.